വാനത്തിൻ കീഴേ ഭൂമി മീതേ വാനവനേശു നാമമെന്നെ രക്ഷിപ്പാൻ മാർഗം വേറെയില്ല. രക്ഷകനേശു താൻ വഴിയെ രക്ഷിപ്പാൻ മാർഗം വേറെയില്ല. രക്ഷകനേശു താൻ വഴിയെ വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണം ഒരു നാൾ വന്നിടുമേ, മറക്കാതെ നിൻ രക്ഷകനെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിൻ രക്ഷകനെ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഡിസംബർ മാസത്തിൻ്റെ 30-ാമത്തെ ദിവസവും ഞങ്ങൾക്ക് കാണുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങയുടെ വലിയ സ്നേഹത്തിനായി, കരുണയ്ക്കായി, കരുതലിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പാ, സ്തോത്രം. ഇതിനൊന്നും ഒരു യോഗ്യതയുമില്ല കർത്താവേ. ഇത് ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യമോ നന്മയോ പുണ്യപ്രവൃത്തി കൊണ്ടോ ഒന്നുമല്ല. ഞങ്ങളൊന്നുകൂടെ ശുദ്ധീകരണം പ്രാപിക്കാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് തന്ന ആയുസ്സും ആരോഗ്യവും ഓർത്ത് ദൈവസന്നിധിയിൽ താഴുവാനും വിനയപ്പെടുവാനും കൂടുതലായി കർത്താവിനോട് ചേർന്ന് വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരിക. ഞങ്ങളെക്കാൾ നല്ലവരെ, പ്രഗത്ഭരെ, പ്രായം കുറഞ്ഞവർ, വിദ്യാസമ്പന്നരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞപ്പോൾ കർത്താവേ, ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ശേഷിപ്പിച്ചവൻ കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്നുകൂടെ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് നിത്യതയിൽ ഹല്ലേലൂയ ആ ജീവൻ്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരും കാണപ്പെടുവാൻ തക്കണം ഒരുക്കമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, അവരുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ ഭാവിയെ, അവരുടെ കുടുംബജീവിതത്തെ, അവർക്ക് തന്നിരിക്കുന്ന തലമുറകളെ, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ, ഞങ്ങളുടെ ഉപജീവന മാർഗത്തെ, ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ നന്ദിയോടെ സ്തോത്രത്തോടൊപ്പം എൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ച് തരട്ടെ. തമ്പുരാനെ, ഇന്നുവരെയും ഞങ്ങളെ വലിയവനും നല്ലവനുമായ കർത്താവ് സൂക്ഷിച്ച് പരിപാലിച്ചു. വീണ്ടും ഞങ്ങളെ കരുതുവാൻ സർവ്വശക്തനാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ യാതനകളെ വിഷയമായി കടന്നു വരിക. കർത്താവെ, ഞങ്ങളെ കരുണയോടെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതണമേ, വിദ്യാഭ്യാസത്തെ മാനിക്കണേ, ജയത്തോടെ നടത്തണമേ. പ്രത്യേകിച്ച് കർത്താവെ, പരീക്ഷയ്ക്കായിട്ടൊക്കെ തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ട്. തമ്പുരാനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. അപ്പൻ്റെ മുഖത്ത് നോക്കുന്ന കുഞ്ഞുങ്ങളൊന്നും ലജ്ജിച്ചു പോകാൻ സമ്മതിക്കല്ലേ. കർത്താവെ, ശത്രു ആരെയും കാണല്ലേ. ദുഷ്ടപിശാച് തുടരുതേ. അന്ധകാരത്തിൻ്റെ ഒന്നും കടന്നു വരരുതേ. കാൽവറിയത്തെ കോട്ടയ്ക്കുള്ള കുഞ്ഞുങ്ങളെ മറയ്ക്കണമേ. പ്രത്യേകിച്ച് ജനുവരി മാസത്തിൽ നടക്കേണ്ടതിന് പരീക്ഷകളുണ്ടല്ലോ കർത്താവേ. അപ്പോൾ ഞങ്ങളവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കാൻ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കുകയാണ്. അടിയങ്ങൾക്ക് തമ്മിൽ ഒന്നും അറിയത്തില്ലെങ്കിലും കർത്താവിൻ്റെ കരം കുറുതല്ലല്ലോ. കേൾപ്പാൻ കഴിയാതെന്നും ആ ചെവി മന്ദമായി പോയിട്ടില്ലല്ലോ. വിശ്വസ്തനായ നാഥ, ആരൊക്കെയും അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ചിട്ടുണ്ടോ ആ മക്കളെ പേരുപേരായി തിരുസന്നിധിയിലോട്ട് അടിയൻ ഏൽപ്പിച്ചു തരികയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാ. വ്യസനത്തിനുള്ള സകല മാർഗവും എടുത്തു മാറ്റി ശാശ്വത മാർഗത്തിൽ തൻ്റെ മക്കളെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
അവരുടെ എല്ലാ പരീക്ഷകളിലും കൂടെ ഇരിക്കണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വലിയ വിജയമുള്ളവരായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ ലൈസൻസൊക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവർക്കത് നൽകണമേ. എൻ്റെ ദൈവമായ കർത്താവ്, മറ്റ് വിവിധ കോഴ്സുകളുടെ പരീക്ഷകൾ നടക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കും, നിശ്ചയമായി അവരെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുത്ത് സ്വർഗ്ഗം അവരെ സഹായിക്കും. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വിദേശത്തൊക്കെ കടന്നു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. മെഡിക്കൽ അറ്റൻഡ് ചെയ്യേണ്ട കുഞ്ഞുങ്ങളുണ്ട്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട കുഞ്ഞുങ്ങളുണ്ട്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും സമർപ്പിക്കുന്ന നാഥാ, കരുണ തോന്നണമേ, മനസ്സറിയണമേ, അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, സന്തോഷത്തോടെ ജീവിപ്പാൻ സഹായിക്കണേ, ശത്രു അവരെ കാണല്ലേ, വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സന്തോഷം ലഭിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ് അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. അപ്പാ, കരുണ തോന്നണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള മുഖാന്തരം ഒരുക്കിക്കാട്ടെ. ദൈവമായ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഗർഭിണികളായിരിക്കുന്ന മക്കളെ കർത്താവിൻ്റെ ഉള്ളംകരത്തിൽ വഹിക്കണേ. മാസം തികയോളം കൂടിയിരിക്കണേ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ചെറുതും വലുതുമായ എല്ലാ കർത്താവ് ജോലിയെയും കർത്താവ് അനുഗ്രഹിക്കണം. ഒരു വലിയ ശേഷിപ്പ് എല്ലാ മക്കൾക്കും നൽകണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ആരുടെയും മുൻപിൽ തലകുനിക്കുവാൻ, ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ ആരെയും എൻ്റെ സ്വർഗത്തിലെ അപ്പച്ച അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ട്. കർത്താവെ, ഹാലലുയ, ബിസിനസ്സിൽ കടന്നു വന്ന കഷ്ടങ്ങൾ നഷ്ടങ്ങളൊക്കെ സ്വർഗ്ഗം എടുത്ത് മാറ്റി നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ 2025 എല്ലാ ഭാരവും ഒഴിഞ്ഞ് സ്വസ്ഥരാകുവാൻ, നന്മയും അനുഗ്രഹവും പ്രാപിപ്പാൻ, ആ ബിസിനസ്സിലൊക്കെ വലിയൊരു ഉയർച്ച ഉണ്ടാകുവാൻ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിൻ്റെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയുവാൻ കർത്താവെ, നീ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കഷ്ടമിട്ടും നഷ്ടമിട്ടും പോരാടിയെങ്കിൽ ഹാലലുയ, സ്വർഗത്തിലെ അപ്പൻ്റെ അൻപാർന്ന കരം ആ മക്കളുടെ മേലൊക്കെയും ചേർത്ത് വയ്ക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നന്മയ്ക്കായി സകലതും ചെയ്യണമേ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പാൻ കൃപ നൽകുമാറാകണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവരുടെ സകല പ്രയാസ പ്രതികൂലത്തിലും കർത്താവ് കൂടെ നിന്ന് ഇന്ന് വരെ നിലനിർത്തി സഹായിച്ചുവെങ്കിൽ ഒരു വലിയ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സ്വർഗത്തിലെ അപ്പൻ സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. പോക്കില്ല, വരവില്ല, വാഹനയാത്ര, വഴിയാത്ര എല്ലാം കൂടെ ഇരുന്ന് ഓരോ മക്കളെയും സഹായിച്ചാട്ടെ. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന തമ്പുരാനെ, അവരെ നിയന്ത്രിച്ച് നടത്തണമേ. ആപത്തനത്തുനിന്ന് വിടുവിക്കണേ. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണേ. തൃപ്തരാക്കി നടത്തണേ. അപ്പ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന കർത്താവ്. അപ്പം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ തമ്പുരാൻ, അനുഗ്രഹിക്കപ്പെട്ട ജോലി ഉപജീവന മാർഗം ഓരോ മക്കൾക്കും തുറക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അങ്ങ് മനസ്സിലെയും കരുണയുമുള്ള ദൈവമാണ്. ആമേൻ. എല്ലാ കരയുന്ന മക്കളുടെയും കണ്ണുനീരിനെ തുടച്ച് വലിയവ ചെയ്ത് മാനിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെയൊക്കെ ഓർക്കുന്നു. അവരെല്ലാം അനുഗ്രഹിച്ച സമാധാനത്തിൽ കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് കർത്താവ്, വിവാഹത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. തക്ക തുണയെ ഒരുക്കണം. അവരുടെ വിവാഹം നടക്കണം. പ്രത്യേകിച്ച് വിവാഹത്തിനായി തയ്യാറെടുക്കുന്ന മക്കളുണ്ടപ്പോൾ ആ സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാനാവിലെ കല്യാണം പോലെ ഒന്നിനും കുറവ് കൂടാതെ ശ്രേഷ്ഠകരമായി സ്വർഗം സകലതും ചെയ്തു കൊടുത്ത് അവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ, ഭവനമില്ലാത്ത മക്കളുണ്ട്. അവർക്ക് വേണ്ടി സ്വർഗത്തിലെ അപ്പൻ ഭവനം കരുതണമേ. ഭവനം പണിയുന്ന മക്കളുണ്ട്. അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഇടയാക്കണമേ. ഹാലേലുയ, വാസയോഗ്യമാക്കി തീർത്താട്ട് കർത്താവെ. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലലുയ, കടഭാരമുള്ള മക്കളെ സമർപ്പിച്ചു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും എൻ്റെ അപ്പച്ചൻ തീർത്തു കൊടുക്കും. അതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഹാലലുയ, നന്ദി പിതാവേ, നന്ദി. അപ്പോൾ ഈ സമയം ഹാലലുയ, യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കും. ഓരോ മക്കളുടെ യാത്രയിൽ കൂടെ ഇരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട പുതുവർഷകാലം ഓരോ മക്കൾക്കും നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലലുയ, ഞങ്ങളുടെ രോഗികളെല്ലാം സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയുമുള്ളവർ, പനിയാൽ ചുമയാൽ ഭാരപ്പെടുന്നവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, മുട്ടിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, നടുവിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, സ്വർഗത്തിലെ ദൈവം പ്രത്യേകിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവർ, ഹാലേലുയ, അപ്പം എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു.
ICUയിലും CCയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരെ ഓർക്കുന്നു. തമ്പുരാനെ, ഡെലിവറി റൂമിൽ കിടക്കുന്നവരെ ഓർക്കുന്നു. മനസ്സലിവും കരുണയുമുള്ള എൻ്റെ അപ്പച്ചൻ്റെ സന്നിധിയിൽ ഏതെല്ലാം വിഷയം കൊണ്ടുവന്നാലും അതെല്ലാം ഏറ്റെടുക്കുവാൻ, ഞങ്ങളുടെ ഭാരം ഏറ്റെടുക്കുവാൻ മനസ്സലിവും കരുണയുമുള്ള ഒരു അപ്പച്ചൻ ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഓരോ മക്കളെയും അവിടുന്ന് കാണണമേ, ഓരോരുത്തരെയും തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട 2025 പ്രവേശിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഓരോ ജീവിതങ്ങൾക്കും സ്വർഗം ഭാഗ്യമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തരുന്ന എല്ലാ വിടുതൽക്കും സൗഖ്യത്തിനുമായിട്ട് നന്ദി പിതാവേ, നന്ദി. ഹല്ലേലൂയ. ആസ്മാരോഗികൾ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. എൻ്റെ സ്വർഗത്തിലെ അപ്പാ എല്ലാവരെയും തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിനും നല്ല വൈദ്യൻ അവിടുന്ന്, മരുന്നും വൈദ്യൻ അവിടുന്ന്. അങ്ങ് തൊട്ടാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങൾക്ക് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ആമേൻ കർത്താവ്. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. തമ്പുരാൻ്റെ സമാധാനം, സൗഖ്യം എല്ലാവർക്കും കൊടുക്കണം. പ്രത്യാശയോടെ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. എല്ലാറ്റിനും ഉപരിയായി ഞങ്ങളുടെ ദൂരത്തിലെ സമീപസ്ഥരെയും ഒന്നുപോലെ കാത്തുകൊള്ളണേ. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. മനസ്സലിവും കരുണയുമുള്ള ദൈവമായ എല്ലാ മക്കളെയും കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണം. പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദിയുള്ള ഹൃദയം കൊടുത്താട്ട് ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ സൂക്ഷിച്ച് ദൈവത്തിന് സ്തുതിയും സ്തോത്രം കരയറ്റുവാൻ ഓരോ ജീവിതങ്ങളെയും സഹായിക്കണം. അനേകായിരങ്ങൾ ഹാലിൽ പലവിധ കഷ്ടങ്ങളിൽ കൂടി വേദനകളിൽ കൂടി കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെ നിന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, നന്ദി പറയുവാൻ എല്ലാവരെയും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ കാത്തുകൊള്ളണേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കണേ കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിത്തരണേ. ബാലപീഠയിൽ നിന്ന് വിടുവിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണേ. ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ സുവിശേഷ വേലക്കാരെ അനുഗ്രഹിക്കണമേ കർത്താവ്. ആവശ്യഭാരങ്ങളുടെ നടുവിൽ നീറുന്ന വേദനയിൽ കൂടി കഴിയുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. എല്ലാം പ്രാർത്ഥിച്ചപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.